നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 2025 10th ലെവൽ ക്വസ്റ്റ്യൻ സീരീസിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ക്ലാസ്സുകൾ കൂടി കാണുക. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളയുടെ കോഡ് JFQ-BKB ആയാൽ ഒഡീഷയുടെ കോഡ് എന്താണ്? കേരളയുടെ കോഡ് എന്താണ്? KERALA. കേരളയുടെ കോഡ് JFQ-BKB. ഇതെങ്ങനെ കിട്ടി? KJ എന്താണ് റിലേഷൻ ഉള്ളത്? കെയിൽ നിന്ന് ഒന്ന് പിറകോട്ട് മാറിയിട്ടാണ് നമുക്ക് J കിട്ടുക. അപ്പോൾ K-1, E+1 ആണ് F +1. ആറും ക്യൂവും ആറിന്ന് ഒന്ന് പിറകോട്ട് പോവുക. അപ്പോൾ R-1. എയും ബിയും A+B, A+1. L ആയി. L എങ്ങനെ K ആയി? L നിന്ന് ഒന്ന് പുറകോട്ട് വന്നു. -1. A B ആയി. A+1 ആണ് B. അപ്പോൾ ഒന്ന് പുറകോട്ട് പോവുക, ഒന്ന് ഒരു സ്ഥാനം മുന്നിലോട്ട് പോവുക. -1 +1 -1 +1 ആ രീതിയിലാണ് ഈ ഒരു കോഡ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒഡീഷ നമുക്ക് എങ്ങനെ എഴുതാം? ODISHA. ആദ്യം ഇവിടെ -1 +1 -1 +1 -1 +1. ഓയിൽ നിന്ന് ഒന്ന് പുറകോട്ട് പോവുക. ഓയിൽ നിന്ന് ഒന്ന് പുറകോട്ട് വരുന്ന സമയത്ത് N. അപ്പോൾ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാം. ബിയും സിയും കട്ട് ചെയ്തു. D+1 ആകുമ്പോൾ DE ആയിട്ട് മാറും. NE. രണ്ടും NEയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കി കൂടി ചെയ്യുക. I-1 IH ആയിട്ട് മാറും. NEH. രണ്ടിലും NEH ഉണ്ട്. അടുത്തത് S+1 എന്താണ്? T ആയിട്ട് മാറും. ST ആയിട്ട് മാറും. അടുത്തത് H-1 ആകുമ്പോൾ HG ആയിട്ട് മാറും. NEHTG. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആൻസർ കിട്ടിയതാണ് ആൻസർ. അടുത്തതും കൂടി ചെയ്യാം. A+1 എന്ന് പറയുമ്പോൾ AB ആയിട്ട് മാറും. NEHTGB. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്രയാണ്? ഇത് നമുക്ക് ചെറിയൊരു നമ്പർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. 5 കുട്ടികളുള്ള ക്ലാസ് ആണെന്ന് വിചാരിക്കുക. 5 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് മൂന്നാമത്തെ റാങ്കാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നിന്ന് അനുവിൻ്റെ റാങ്ക് എത്രയാണ്? നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 കുട്ടികളുണ്ട്. അപ്പോൾ അനുവിൻ്റെ റാങ്ക് ഇപ്പോൾ എവിടെയാണ്? അനു ഇവിടെയാണുള്ളത്. 3ാം റാങ്ക് അനുവിന്. ലാസ്റ്റ് നിന്ന് എത്രയാണിത്? 1 2 3 തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കിട്ടും? ആകെയുള്ള കുട്ടികളുടെ എണ്ണം -3 +1 ചെയ്താലല്ലേ നമുക്ക് ആൻസർ കിട്ടുക. 5 നിന്ന് 3 കുറച്ചു 2 2 + 1 3 കിട്ടി. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. അതേ രീതിയിൽ ഇവിടെ 50 കുട്ടികളുടെ എണ്ണം മൈനസ് റാങ്ക് +1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 50 നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 30 +1 31ാമത്തെ റാങ്കാണ്. പിറകിൽ നിന്നുള്ള അനുവിൻ്റെ റാങ്ക്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 5 126 ആയാൽ 9 എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 126 ആകുന്നത് എങ്ങനെയാണ്? 5 ക്യൂബ് +1 ആണ്. 5 ക്യൂബ് എത്രയാണ്? 125 +1 ആണ് 126. അങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ നമുക്ക് എഴുതാം. 9 ക്യൂബ് +1. 9 ക്യൂബ് എത്രയാണ്? 729. 729 +1 എത്രയാണ്? 730. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, പ്ലസ് ഇൻറ്റു മൈനസ് ഡിവൈഡഡ് ബൈ പ്ലസ് ആണെങ്കിൽ 5 + 6 / 6 - 2 + 10ൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തെഴുതാം. 5 + 6 / 6 - 2 × 10ൻ്റെ വില. അപ്പോൾ ആദ്യം നമുക്ക് പ്ലസ് ഉള്ളിടത്ത് എന്താ ചേർക്കേണ്ടത്? പ്ലസ് ഉള്ളിടത്ത് ഇൻറ്റു. ഇത് മാറ്റി നമുക്കിവിടെ ഇൻറ്റു ചേർക്കണം. ഡിവൈഡഡ് ബൈ ആണെങ്കിൽ പ്ലസ്. ഇത് മാറ്റി പ്ലസ് ആവും. മൈനസ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. ഇൻറ്റു ആണെങ്കിൽ മൈനസ്. അപ്പോൾ ഇവിടെ മൈനസ്. ഇതൊന്ന് മാറ്റി എഴുതാം. 5 × 6 + 6 / 2 - 10. ഇനി നമ്മൾ ബോഡ് മാസ് അപ്ലൈ ചെയ്യണം. ബോഡ് മാസ് അപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് ഉണ്ടോ ഇതിൽ? ബ്രാക്കറ്റ് ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഉണ്ട്. ഇവിടെ ഡിവിഷൻ ഉണ്ട്. 6 / 2. ആൻസർ എത്ര വരും? 3 വരും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 5 × 6 + 3 - 10. ഡിവിഷൻ കഴിഞ്ഞു. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്.
ഇവിടെയുണ്ട് 5 × 6. 5 × 6 എത്രയാണ്? 30. അപ്പോൾ 30 പ്ലസ് 3 മൈനസ് 10 ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തതാണ് അഡീഷൻ. 30 പ്ലസ് 3 എത്രയാണ്? 33 മൈനസ് 10. അഡീഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് സബ്ട്രാക്ഷനാണ്. 33 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 23 നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി 23 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2/3 പ്ലസ് എക്സ് ഈക്വൽ ടു 5/6 ആയാൽ എക്സിൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2/3 പ്ലസ് എക്സ് ഈക്വൽ ടു 5/6 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? നമ്മൾ എക്സ് ഇവിടെ നിർത്തിയിട്ട് 2/3നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 5/6 മൈനസ് 2/3. ഇനി എന്ത് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 3 എത്രയാണ്? 15. ഈ മൈനസ് എഴുതി. മൈനസ് 6 × 2 12 ഡിവൈഡഡ് ബൈ 6 × 3 18. എന്ത് വരും? 15 നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 3/18 ആയിട്ട് മാറും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 3 6 3 18. 1/6 ആണ് നമ്മുടെ ആൻസർ. 1/6. ഓപ്ഷൻ ഡി 1/6 ആണ് ശരിയായ ആൻസർ. അടുത്തത് ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? ഒരാൾ ഇവിടെ നേർരേഖയിൽ നിന്ന് 5 മീറ്റർ കിഴക്കോട്ട്. കിഴക്കോട്ട് എങ്ങോട്ടാണ്? വലത്തോട്ടാണ്. ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പോൾ 5 മീറ്റർ കിഴക്കോട്ട്. ഇവിടെ നിന്ന് 5 മീറ്റർ വലത്തോട്ട് പോയി. 5 മീറ്റർ. തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി വടക്ക്. വടക്ക് എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ്. വടക്ക് നേർരേഖയിൽ ലംബമായിട്ട് വടക്ക് എത്ര? 12 മീറ്റർ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം ഇവിടെയാണ് നിൽക്കുന്നത്. ആദ്യ സ്ഥാനവും തമ്മിലുള്ള കുറഞ്ഞ അകലം എന്ന് പറയുന്നത് ഇതൊരു ത്രികോണമാണ്. ഇതിൻ്റെ കർണമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ദൂരം എത്രയാണ്? നമ്മുടെ ഇക്വേഷൻ എന്താണ് കർണം കാണാനുള്ള? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ കർണം എങ്ങനെ കാണും? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ എത്രയാണ് വാല്യൂ വരുന്നത്? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് 25 പ്ലസ് 144 എത്ര വരും? റൂട്ട് ഓഫ് 169. റൂട്ട് ഓഫ് 169 എത്രയാണ്? 13. ഓപ്ഷൻ സി 13 മീറ്റർ. അടുത്തത് പുസ്തകങ്ങൾ ലൈബ്രറി ആണെങ്കിൽ സിനിമ എവിടെയാണ്? പുസ്തകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ലൈബ്രറിയിൽ. സിനിമ എവിടെയാണ്? തിയേറ്റർ. ഓപ്ഷൻ ബി തിയേറ്റർ ആണ് ആൻസർ. അടുത്തത് എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? എ എന്ന് പറയുന്ന ഒരാളുണ്ട്. എയുടെ അമ്മയാണ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാം ബി. അമ്മ എന്നുള്ളതിന് നമ്മൾ മൈനസ് സൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എയുടെ അമ്മയാണ് ബി. ബിയുടെ അമ്മയാണ് സി. ഇവിടെ സി വരച്ചു. ഇത് മൈനസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി. സിയുടെ മകനാണ് ഡി. അപ്പോൾ ഇതിൽ നിന്ന് വരച്ചു നമ്മൾ ഡി. പ്ലസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ സിക്ക് 2 മക്കളാണ്, ബിയും അതുപോലെ ഡിയും. ബി ഫീമെയിലാണ്, ഡി മെയിലാണ്. എങ്കിൽ എയുടെ ആരാണ് ഡി? എയുടെ ആരാണ് ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയുടെ അമ്മയാണ് ബി, അമ്മയുടെ സഹോദരനാണ് ഡി. എയുടെ അമ്മയുടെ സഹോദരനാണ് ഡി. അപ്പോൾ ആരാണ്? അമ്മാവനാണ്. അമ്മാവൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. എയുടെ അമ്മാവനാണ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എന്താണ്? ഇപ്പോഴത്തെ കേസാണ് എഴുതുന്നത്. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. വിനുവിൻ്റെ പ്രായം എക്സ് ആയാൽ മനുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 10. കാരണം മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ, അതായത് ഒരു വർഷം കഴിയുന്ന കേസ്. അപ്പോൾ എന്ത് വരും? 2 പേരുടെ പ്രായത്തിൻ്റെ കൂടെ ഓരോ വർഷം കൂട്ടണം. അപ്പോൾ മനുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 10 പ്ലസ് 1 എത്രയാണ്? എക്സ് പ്ലസ് 11. വിനുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 1. ഇതാണ് അടുത്ത വർഷത്തെ പ്രായം. ഇനി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും.
അടുത്ത വർഷത്തെ മനുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 11. അത് എന്താണ്? വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങ്. 2 ഇൻറ്റു എക്സ് പ്ലസ് 1. അതായത് എക്സ് പ്ലസ് 11 എന്ന് പറയുന്നത് 2x പ്ലസ് 2. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എക്സിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 2x മൈനസ് എക്സ് പ്ലസ് 2. അതായത് 11 എത്രയാണ്? 2x നിന്ന് ഒരു എക്സ് കുറച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2. 2നെ നമുക്ക് ഇപ്പുറത്തെ വശത്ത് കൊണ്ടുവന്നാൽ 11 മൈനസ് 2 ആണ് എക്സ്. അതായത് 9 ആണ് എക്സ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 9. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ്? ഇപ്പോഴത്തെ പ്രായം. ഇപ്പോഴത്തെ പ്രായമാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? എക്സ് പ്ലസ് 10 ആണ് മനുവിൻ്റെ പ്രായം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 9 കൊടുത്തു കഴിഞ്ഞാൽ 9 പ്ലസ് 10 ആണ് മനുവിൻ്റെ പ്രായം. അതായത് 19 വയസ്സ്. 19 വയസ്സ്. ഓപ്ഷൻ എ 19 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.